എന്തിനു മുറുകെ പിടിച്ചേക്കോ? പാട്ട് കഴിഞ്ഞു. പാട്ട് കഴിഞ്ഞിട്ട് മുറുകെ പിടിച്ച് വെച്ചോണ്ടിരിക്കുക. എന്തുവാ പേര്? സുരേഷ്. എന്റെ ഫോൺ നമ്പർ വേണോ? വേണ്ടാന്ന്. സത്യസന്ധം ഉള്ളവനാ. എന്റെ ഫോൺ നമ്പർ ആ ഫോൺ കാർഡ് എന്തുവാടാ? ഇവിടെ കയറി വരാനാ പറഞ്ഞേ. ഇങ്ങോട്ട് കയറി വരാൻ നമ്പർ ഞാൻ തരാം. എളുപ്പം ഇവിടെ കയറിയോ? അതെങ്ങനെ എല്ലാം കെട്ടി മറച്ച് വെച്ചിരിക്കുക. അമ്മൂമ്മേ കാരണം അവിടെ നിന്ന് ഫോൺ നമ്പർ കൊടുത്ത് വശക്കേട് വരുവാ. ഇങ്ങോട്ട് വരാൻ എളുപ്പം. എങ്ങനെ അതിനകത്ത് എന്ന് കയറി? എന്റെ ദൈവമേ, നിങ്ങൾ അവിടെ പോയായിരുന്നു? ഇങ്ങോട്ട് കയറി. എവിടെ പോയായിരുന്നു പറ. നിന്റെ അച്ഛൻ്റെ ഫോട്ടോയിൽ ഇടാൻ ഞാനൊരു മാല വാങ്ങി. അപ്പൊ പിന്നെ കല്യാണം കഴിച്ചതാരെയാ? കല്യാണം കഴിപ്പിച്ചത് ആരെ? എന്നെ വിളിച്ചല്ലോ. ആള് വന്നില്ല. അവർക്ക് വേറെ 3-4 പേരുണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ വിട്ടേ. അതുകൊണ്ട് അത് വേണ്ട. ഇപ്പൊ താമസിച്ചോ? താമസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇല്ല കടയിൽ ചെന്നപ്പോ എന്തോ പറ്റി? മൊബൈലിനകത്ത് പൈസ ഇടണോ ഇട്ടോ? ഞാൻ ആ ചെറുക്കന്റെ കടയിൽ ചെന്ന് മൊബൈലിനകത്ത് പൈസ ഇട്ടു. അവൻ പറഞ്ഞത് 2 GB കയറിയിട്ടുണ്ടോ? എന്തോ 2 GB അതെടുത്ത് കള. അതിന് എന്റെ ചെവിയിലും മൂക്കിലും ഒക്കെ കയറി ആശുപത്രി പോകാൻ. GB അല്ല 2 GB എന്ന് വെച്ചാൽ എന്തുവാ? 2 GB എന്ന് പറഞ്ഞാൽ ആ ചെറുക്കനോട് ചോദിക്കത്തില്ല. അപ്പൊ നിനക്കറിയത്തില്ല? എനിക്കറിയാം. അമ്മൂമ്മ ഞാൻ ആരാണെന്ന് അറിയാം. ആരായാലും കാണാമെന്ന് വെച്ചിട്ട് അവരെ വിളിക്കും. സാറ് പെൻഷനോട് സാറേ ചോദിച്ചേ. ആവശ്യത്തിന് പോയാ അമ്മ ഞാൻ ഇവിടെ താൽക്കാലിക പോസ്റ്റ്മാനാണ്. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. പാല് മതി. എന്റെ പൊന്നെ, നീ ഇങ്ങോട്ട് വന്ന് നിനക്ക് പാല് മതി, AC മതി എന്നൊക്കെ പറഞ്ഞ നിവർത്തിയില്ല. പേര് പറയാൻ ഭാനുമതി അമ്മ. ഭാനുമതി അമ്മ എന്ന് പറഞ്ഞ പെൻഷനില്ല. ഭാനുമതിക്കാണ് വിളിച്ചത്. എന്നാ ഒരു കാര്യം ചെയ്യും, അമ്മ അങ്ങ് വെട്ടിയാല്. ഞാൻ പൊട്ടാഷൻ ടീമല്ല, പോസ്റ്റ്മാനാ. എന്റെ തൊണ്ട വെട്ടി കയറാനല്ല പറഞ്ഞത്. ഈ പേരിന്റെ ലാസ്റ്റ് വീട്ടിൽ വരുന്നു പറഞ്ഞേ. അങ്ങോട്ടൊന്ന് മാറി കാലും പറഞ്ഞു. പല നിൽക്കുന്നതിൽ കിഴക്കേതിൽ ഇതല്ല, തെറ്റാണ്. ഞങ്ങളുടെ വീട്ടുപേര് ആഞ്ഞിരുകുന്നേരം. വയസ്സെന്ന് പറഞ്ഞു. വയസ്സ് 28. കറക്റ്റ് വയസ്സ് പറയട്ടെ. 82 വയസ്സുണ്ട് ഇവർക്ക്. നീ വന്നേ മുമ്പേ ഒപ്പിടും. പിന്നെ ഒപ്പിടുന്ന എന്നെ കാണിക്കണം. ഒരു കാര്യം ഒപ്പിടുമ്പോഴേ എന്റെ ബാലൻസ് തെറ്റിപ്പോകുന്ന ഒരു അസുഖം എനിക്കുണ്ടോ? ഞാൻ വിളിച്ചോളാം. അപ്പൊ ഒന്ന് പിടിച്ചേക്കണം. ഞാൻ ഒപ്പിടാൻ ഒപ്പം കാണിച്ചേ. ഇതാണ് അമ്മൂമ്മ കപ്പ്. ചെലന്തി ചത്ത് കിടക്കുന്ന പോലെ. പൈസ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൈസ ഞാൻ വാങ്ങിച്ചു. സാറി കേട്ടോ ഒരു കാര്യം പറയട്ടെ. ഈ കൊച്ചുമക്കളുടെ എവിടെ അങ്ങോട്ട് മാറി ഈ കൊച്ചുമക്കളുടെ കാലും കൈയും തല്ലി ഓടിച്ച് കാരണം പെൻഷൻ കിട്ടുമോ? ഇതുവരെ അങ്ങനെ വകുപ്പ് നമുക്കില്ല. എന്നാ അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കണം. കാലും കൈയും തല്ലി ഓടിച്ച് എനിക്ക് പെൻഷൻ കിട്ടണം.